ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിസ്കാരം മോത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ചായക്ക് വെള്ളം പതിവ് പോലെ തന്നെ ഗ്യാസൊക്കെ കത്തിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. നമുക്ക് അരി അരക്കാനൊക്കെ ടൈമില്ലാത്ത സമയത്തും അതുപോലെ തന്നെ അരിയൊക്കെ മറക്കുന്ന സമയത്തും അരിപ്പൊടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. രാത്രിയൊക്കെ കഴുകി വെച്ചതാണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ രാവിലേക്ക് വീണ്ടും കഴുകാനുണ്ടാവും. ചായ വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഫ്ലാസ്കിലേക്കുള്ള വെള്ളം കുടിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങൾക്കുള്ള പാലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടി സമം ചേർത്ത് കൊടുക്കുകയാണ്. ഇവരുടെ തള്ളപ്പൂച്ച കാണാതായിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട്. അപ്പോൾ ഇട്ടുള്ള പാൽ കുടിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആയിരുന്നു ഇട്ടുപോയത്. എവിടെ പോയതാണെന്ന് അറിയില്ല, ചത്തു പോയോ അല്ലെങ്കിൽ ആരെങ്കിലും വിഷം വെച്ച് കൊന്നോ ഒന്നും നമുക്കറിയില്ല കേട്ടോ. പാവം തോന്നുക, എന്തായാലും ഭയങ്കര സങ്കടമായി പോയിട്ടോ. ഒരു പാവം പൂച്ചയായിരുന്നു. അപ്പോൾ ഇറ്റങ്ങൾക്ക് രാവിലെ കുറച്ച് പാല് ഞാൻ കൊടുക്കും കേട്ടോ. രാവിലെ പാത്രത്തിലാക്കിയിട്ട് പാല് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. പിന്നെ മീനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലാണ്ട് ചോറ് വേറെ ഭക്ഷണം സാധനങ്ങളൊന്നും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ നമുക്ക് പാവം തോന്നുമല്ലോ. അവർ പാല് കുടിക്കുന്ന ആ സമയത്താണ് തള്ളപ്പൂച്ചനെ കാണാതായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പൂച്ചകളുണ്ടായിരുന്നിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനെ കാണാണ്ടാവും. മിണ്ടാപ്രാണികളല്ലേ, നമുക്ക് അവറ്റങ്ങളെ കൊണ്ടുപോയി കളയാനോ തല്ലിക്കൊല്ലാനൊന്നും പറ്റൂലല്ലോ. ചായ രാവിലെ ഒരു ഗ്ലാസ് കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പാൽച്ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബട്ടർ ഫ്രൂട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കാറുള്ളത് കൊടുക്കാനായിട്ട് കഴിക്കാൻ. ഇങ്ങനെയാണ് ബട്ടർ ഫ്രൂട്ട് നമ്മൾ സാധാരണ സാലഡ് ആക്കിയിട്ടും കഴിക്കും, അല്ലെങ്കിൽ ഈ ഒരു രീതിക്കും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നല്ല പഴുത്തിട്ടുണ്ട്, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 2 പീസായിട്ട് സിമ്പിളായിട്ട് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സീഡും കളഞ്ഞ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിൽ നിന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ട് ഒരു നുള്ള് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടി കുറച്ചൊന്ന് ഇങ്ങനെ വിതറി കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. എന്നിട്ട് ഇങ്ങനെ സാലഡ് പോലെ അങ്ങനെ കോരി തിന്നാം. അപ്പോൾ അത് കണ്ടില്ല, ഒത്തിരി പിഴിഞ്ഞാൽ മതി, ഒരുപാടായിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പുളി ഉണ്ടാവും. എന്നിട്ട് കുരുമുളക് കൂടി ഇതുപോലെ വിതറുക, എന്നിട്ട് അങ്ങനെ കഴിച്ചാൽ മതി. രാവിലെയൊക്കെ ഇത് ഒരെണ്ണം കഴിച്ചാൽ നല്ലതാണ് കേട്ടോ, ഷുഗർ ഉള്ളവർക്കൊക്കെ. ഞാൻ ചെറിയ മധുരത്തോടു കൂടിയാണ് കേട്ടോ കഴിച്ചത്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത്, ഷെയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കട്ടകളൊക്കെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതാക്കുകയാണെങ്കിൽ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു, ഇല്ലെങ്കിൽ വെറുതെ സ്പൂൺ വെച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഒറ്റ മുട്ട മതി കേട്ടോ, 2 കപ്പ് പൊടിക്കൊക്കെ ഒരു മുട്ട മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിനക്ക് നമ്മൾ കുറച്ച് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് പാൽ, അതായത് 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടായ ദോശ തവയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇത് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഈ മല്ലിയിലയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്തതല്ലേ. എന്നിട്ട് ഓയിൽ ഇതിൻ്റെ മേളിലേക്കായിട്ട് തൂവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. എന്നിട്ട് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൊരിയിപ്പിച്ചെടുത്താൽ മതി. കറിയൊന്നുമില്ലെങ്കിലും ചുട്ടപാട് ചൂട് ചായയുടെ കൂടെ നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്ക് കടിയുന്ന ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ചാനലിൽ നിന്ന് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഈ വ്ളോഗ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വീണ്ടും നമുക്ക് നാളെ കാണാം.